അപ്പോൾ അടുത്ത വാർത്തയിലേക്ക്. കെ സുധാകരൻ VM സുധീരൻ വാക്പോരിൽ സംസ്ഥാന കോൺഗ്രസിൽ അമർഷം. മുതിർന്ന നേതാക്കൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് പൊതുവികാരം. പരസ്യ വിഴുപ്പക്കൽ ഒഴിവാക്കി പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി വേദിയിൽ ഉന്നയിക്കണം എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടായേക്കും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉയർന്ന വിവാദങ്ങളിൽ മേൽക്കൈ നേടാനായെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതിപക്ഷം. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം നേതാക്കളുടെ പരസ്യവാക്പോര് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. തർക്കവും വാക്പോരും ഇനിയും രൂക്ഷമായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളെയും അത് തല്ലിക്കെടുത്തും. അതുകൊണ്ടുതന്നെ പരസ്യ പ്രതികരണങ്ങളിലൂടെ രംഗം ഇനിയും വഷളാക്കരുതെന്ന അഭ്യർത്ഥനയാണ് നല്ലൊരു വിഭാഗം നേതാക്കൾക്കുമുള്ളത്. പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന് AICC ജനറൽ സെക്രട്ടറി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കി എല്ലാവരും ഒരുമിച്ച് പോകണം. സുധീരനെ പോലെയുള്ള നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുമായി ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഗ്രൂപ്പ് പോരിലും പുനഃസംഘടനാ നടപടികളിലും സുധീരനെ പോലെ അതൃപ്തരായ നിരവധി നേതാക്കൾ ഇനിയും പാർട്ടിയിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുക്കാൻ അത്തരം നേതാക്കൾ കൂടി രംഗത്തെത്തിയാൽ അന്തരീക്ഷം കുഴഞ്ഞുമറിയുമെന്ന നേതൃത്വത്തിന് ഉറപ്പുണ്ട്. അതിനു മുമ്പ് പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന അഭിപ്രായക്കാരും പാർട്ടിയിലുണ്ട്. സുധീരന്റെ വിമർശന ശരങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആയതിനാൽ പ്രശ്നപരിഹാരത്തിന് AICC ഇടപെടലുണ്ടായേക്കാം. ഹൈക്കമാൻഡിനെതിരെയും സുധീരൻ ഒളിയം പെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ വിഷയത്തിൽ നേതൃത്വത്തിന്റെ ഇടപെടലും തുടർ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും. 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടുള്ള KPC അധ്യക്ഷനും മുൻ KPC അധ്യക്ഷനും തമ്മിലുള്ള വാക്പോരായിരുന്നു. അത് ഒരു പാർട്ടിയും വെച്ച് ഉറപ്പിക്കാത്ത, അംഗീകരിക്കാത്തതാണ്. അപ്പോൾ ഇനി അത് ഇടപെടലുണ്ടായി ഒരു വെടിനിർത്തലുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉണ്ടാവട്ടെ.